ഇന്ന് എം ഡി കെ ചാനലിൽ നമുക്ക് ടാരോട്ട് ചാനലിലെ ഇപ്പം നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെക്കുറിച്ച് നമുക്ക് നോക്കാം. പ്രപഞ്ചം എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 6 കാർഡ്സ് സ്പ്രെഡ് എടുത്ത് നമുക്ക് ആ വ്യക്തിയെ പറ്റി നോക്കാം. 1, 2, 3, നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് എന്ന് പറഞ്ഞേക്കാം. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധമാകാം, ഒരു സാഹചര്യമാകാം, എന്നുമാവാം. അപ്പം അതിലേക്ക് പോയൊരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവിടെ വ്യക്തി എങ്ങനെയാന്ന് പറഞ്ഞാൽ കയ്യും കണ്ണും മൂടപ്പെട്ട ഒരവസ്ഥയിൽ ആണ് ആ വ്യക്തി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. ഏജ് ഓഫ് സോഴ്സിന്റെ എനർജിയിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വ്യക്തിയുടെ കാൽ ബന്ധിച്ചിട്ടില്ല, പക്ഷെ കയ്യും കണ്ണും ബന്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ചിട്ടകൾ കൊണ്ടോ അല്ലെങ്കിൽ അവർ അങ്ങനെ റെസ്ട്രിക്ഷനിൽ വെച്ചത് കൊണ്ടോ ആ വ്യക്തി അങ്ങനെയാണ് അവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ മൂന്നാമത്തെ കാർഡ് വന്നത് 10 ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് എന്ന് പറഞ്ഞ ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലാണ് ആ വ്യക്തി നിൽക്കുന്നത് എന്നാണ്. അപ്പം ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തി ഇങ്ങനെയാവുന്നത് ആ കർമ്മ കംപ്ലീഷൻ സ്റ്റേജിന്റെ എഫക്റ്റ് ആണെന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ആ വ്യക്തിയുടെ മനസ്സ് കർമ്മ കംപ്ലീഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോഴും ആ വ്യക്തി എന്താണ് ആലോചിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. 2 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. അപ്പം ആ സാഹചര്യവും നിങ്ങളും ഒരുമിച്ച് ആ പുള്ളിയുടെ ലൈഫ് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകണം എന്നാണ് ആ വ്യക്തി മുന്നോട്ട് പോകണം എന്നാണ് ആ വ്യക്തി ആലോചിക്കുന്നത്. അഞ്ചാമത്തെ കാർഡ് എന്താ വന്നിരിക്കുന്നത്? എംപ്രസ് എന്റെ എനർജിയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്രസ് എന്ന് പറഞ്ഞാൽ വളരെ സുന്ദരിയും എല്ലാ കടാക്ഷങ്ങളും ഉള്ള ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ ആണ് ഈ എംപ്രസ് എന്ന് പറയുന്ന കാർഡ്. അന്നും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, ഇപ്പം ഈ റീഡിംഗ് കാണുന്ന വ്യക്തി അത്രത്തോളം മനോഹാരിതയുള്ള വ്യക്തി ആയതുകൊണ്ട് വ്യക്തി വിട്ടുകളയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം കിങ് ഓഫ് സോർഡ്സിന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനിക്ക് പറയാൻ തോന്നുന്നത് നിങ്ങള് ഈ എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റീഡിംഗ് കാണുന്ന വ്യക്തി ഒരു ശക്തമായ ഒരു മെന്റാലിറ്റി ഉള്ള വ്യക്തിയാണ്. അപ്പം ആ വ്യക്തിയാണെങ്കിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാ കഴിയുന്നതെങ്കിലും യാതൊരു ചഞ്ചലവുമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സിറ്റുവേഷൻ നോക്കിക്കൊണ്ട്. ഇപ്പൊ വരും പിന്നെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷെ ഒരു മാറ്റം അതിൽ സംഭവിക്കുന്നില്ല. അപ്പം ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ വ്യക്തി കർമ്മ കംപ്ലീഷൻ ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ എന്നാണ് ഈ റീഡിങ് പറയുന്നത്.